നിയമനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു നാണവും മാനവുമില്ലാതെ ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വളരെ നിരാശരാണ്. ഈ ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് CPI അടക്കം ആവശ്യപ്പെടുന്നത്. CPI മാത്രമല്ലല്ലോ, NCP അടക്കമുള്ള കക്ഷികൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ദുർബലനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന്. ഇത്രയും ദുർബലനായ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നവജനശക്തി കോൺഗ്രസിന് പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള കർഷക പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലായാലും തെലങ്കാന ഉൾപ്പെടെയുള്ള പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ വിവിധ ശ്രേണികളിലുള്ള സംഘടനകൾ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്നിങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കാൻ കാർഷിക മേഖലയായ വനമേഖലയായ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ജനങ്ങൾക്ക് എതിരേൽക്കേണ്ടി വന്നിരിക്കുന്നത്. ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ധർണാ സമരം സംഘടിപ്പിക്കാൻ ഇവിടെ മുന്നിട്ടിറങ്ങിയ പ്രിയപ്പെട്ട എല്ലാ നേതാക്കളെയും ഒരു വാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം.